ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ്. അക്കൗണ്ട്സിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് ചാപ്റ്ററായ കമ്പനി അക്കൗണ്ട്സിൽ ഇഷ്യൂ ഓഫ് ഷെയർസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ ഷെയർസ് എന്ന് പറഞ്ഞാൽ? ഓഹരികൾ അല്ലേ, ഷെയർസ്. ഒരു കമ്പനി അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ വേണ്ടി ക്യാഷ് സംഭരിക്കുന്നതിന് പറയുന്നതാണ് അല്ലേ ഷെയർസ് എന്ന്. വൺ പേഴ്സൺ മാത്രമല്ല അല്ലേ, ഒരു പേഴ്സൺ മാത്രം, അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ഒരു പേഴ്സൺ മാത്രമായിരിക്കും അവരുടെ കമ്പനിക്ക് ആവശ്യമുള്ള എമൗണ്ട് കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ടാവുക. എന്നാൽ ഒരു പേഴ്സൺ മാത്രമല്ല കമ്പനി എന്ന് പറയുന്നത് അല്ലല്ലോ. കമ്പനി എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് വ്യക്തികളുടെ ഒരു ഇതാണ് കമ്പനി എന്ന് പറയുന്നത്. സോ ഈ ഷെയർസ് വരുന്നുണ്ട്. ക്യാപിറ്റലിന് വേണ്ടി ഷെയർസ് കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്താണ് നമ്മൾ ക്യാപിറ്റലിൽ, ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് കമ്പനിയുടെ ആവശ്യത്തിന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഷെയർസ് എന്താണ് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവർക്ക് ഷെയർസ് ചെയ്യണേ, ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് അക്കൗണ്ട്സിനൊക്കെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കമ്പനി എന്ന് നോക്കാം. What do you mean by company? എന്താണ് മീനിങ്, കമ്പനിയുടെ മീനിങ് എന്താണെന്ന് നോക്കാം. വേർഡ് കമ്പനി മീൻസ് ഡിറൈവ്ഡ് ഫ്രം 2 ലാറ്റിൻ വേർഡ്സ്. 2 ലാറ്റിൻ വേർഡ്സ് ആയ കം ആൻഡ് പാനി എന്ന 2 ലാറ്റിൻ വേർഡിനാണ് കമ്പനി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. കം മീൻസ് ടുഗദർ, ഒരുമിച്ചൊന്നും. പാനി മീൻസ് ബ്രെഡ് എന്നാണ് ഇതിൻ്റെ കമ്പനിയുടെ ഇത് എന്ന് പറഞ്ഞത്. അപ്പം കമ്പനി മീൻ അസോസിയേറ്റ് സം പേഴ്സൺ ഹു ടേക്ക് ദെയർ മീൽസ് ടുഗദർ. ഒരുമിച്ച് ഇരുന്ന് അവരുടെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ മീൽസ് എടുക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കൂട്ടായിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ യൂണിറ്റി ഉണ്ടാക്കുന്നതിനെ പറയണതാണ് ഇതെന്നാണ് കമ്പനി എന്ന് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് അവരുടെ ലാറ്റിൻ വേർഡായ കം ആൻഡ് പാനി എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ജനറലി ദ വേർഡ് മീനിങ് സ്റ്റേറ്റ്സ് ഓഫ് ബീങ് അലോങ് വിത്ത്, അതായത് യൂണിറ്റി, നമ്പർ ഓഫ് പേഴ്സൺ യൂണിറ്റഡ് ഫോർ ക്യാരിങ് ഓൺ എനിത്തിങ് ഈസ് നോൺ ആസ് കമ്പനി. ഒരുമിച്ച് ഒരു കൂട്ടായ്മയുടെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇതെന്നാണ് കമ്പനി, അല്ലെ കമ്പാൻ ചെയ്യുക എന്ന് പറയുക, ഒരുമിച്ച് കൊണ്ട് നടക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരുമിച്ചിട്ടുള്ളത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇനി കമ്പനിയുടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 2 വ്യക്തികളാണ് ഡിഫൈൻ ചെയ്ത് 2 കാര്യങ്ങളൊന്ന് കമ്പനി ആക്ട് പ്രകാരം 2013 പ്രകാരം, നമ്മുടെ കമ്പനീസ് ആക്ട് 56 അല്ലാണ്ട് കമ്പനീസ് ആക്ട് 2013 ഇറക്കിയിരിക്കുന്ന കമ്പനി എന്നാണ് ഡിഫൈൻ. രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനീസ് ആക്ട്. ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതെന്ന്, ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതും അല്ലെങ്കിൽ മുമ്പത്തെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതിനൊക്കെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുള്ളൂ. അതായത് രജിസ്റ്റേർഡ് ഫോമിന്, അതായത് നമ്മൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം, അതിനെ പറയണതാണ് കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ജസ്റ്റിസ് ജെയിംസ്, എ കമ്പനീസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്റ്റീവ്സ്. എല്ലാവരും ഒരുമിച്ച് കോമൺ ഒബ്ജക്റ്റീവ്, എന്താണ് നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്? ഗോൾസ്, അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അത് എല്ലാവരും ഒരുമിച്ച് കൂട്ടായിട്ട് ചെയ്യുന്ന പ്രവൃത്തിനെ പറയണതാണ് ഇതെന്ന് ജെയിംസ് പറയണ ഡെഫിനിഷൻ കമ്പനീനെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇത് പഠിക്കാം. അപ്പോൾ കമ്പനീസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു കം ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. അതാണ് കമ്പനി. എന്താ കമ്പനി എന്ന് വെച്ചാൽ, കമ്പനി എന്നാണ് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു കം ടുഗദർ ഫോർ എ കോമൺ പർപ്പസ് ഈസ് നോൺ ആസ് കമ്പനി. ഇതാണ് കമ്പനീനെ പറ്റി പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ്. അതായത് വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ്, അതായത് ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരിക്കലും നിർബന്ധിച്ചിട്ട് ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യണതല്ല, അവരുടെ സ്വമേധേന താല്പര്യം അനുസരിച്ചിട്ട് അവരെ അതിലേക്ക് വരണതാണ്. ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഓർ അസിസ്റ്റൻറ്റ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അവർക്ക് അവിടുത്തെ മെമ്പേഴ്സിന് ഒരിക്കലും ഒരു ബാധ്യതയും കാര്യങ്ങളൊന്നുമില്ല. കമ്പനി എന്തെങ്കിലും ഇപ്പോൾ ഒരു പൈസ അടയ്ക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ആ കമ്പനി തന്നെയാണ് ഏറ്റെടുക്കുക, അല്ലാണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സിനൊന്നും അത് എഫക്റ്റ് ചെയ്യില്ല. ഇറ്റ്സ് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്.
ദാറ്റ് മീൻസ് ഒരാൾ റിട്ടയറായി പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോവുകയാണെങ്കിലോ കമ്പനി അത് നിർത്തുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതൊരു കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ട് തന്നെ പോകണം. അല്ലെങ്കിൽ ഒരു ആൾ ആ ജോലിയിൽ നിന്ന് രാജിവെച്ച് പോയാലും കമ്പനി സ്റ്റോപ്പ് ആവണില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നമ്മൾ പറഞ്ഞു കമ്പനിക്ക് വേറെ അപ്പോൾ അതുകൊണ്ട് ഇതൊരു ക്രിയേറ്റ് ചെയ്ത ആർട്ടിഫിഷ്യൽ ബൈ ലോ ആയിട്ടാണ്, നിയമപ്രകാരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്നത്. The liability of shareholder is limited to the extent of value shares held by him. അതായത് കമ്പനിയുടെ ലയബിലിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ന് പറഞ്ഞത് വളരെ അവർ അടച്ചിരിക്കുന്ന ഷെയർസിൽ മാത്രം ലയബിളായാൽ മതി, ഉത്തരവാദിത്തം. ബാക്കിയുള്ള കാര്യത്തിനൊന്നും അവർക്ക് വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഹാസ് എ കോമൺ സീൽ എന്ന് പറഞ്ഞാൽ അല്ലെ, ഒരു കമ്പനിയെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ സീലും കാര്യങ്ങളും ഉണ്ടല്ലോ, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പോലെ, ഒരു സിഗ്നേച്ചർ പോലെ. സിഗ്നേച്ചർ തന്നെയാണ് പറയണത്. അതായത് ഒരു കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടാവും. ഒരു സീല് കമ്പനിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കും. ആ സീലുണ്ടാവും. വേറെ ആർക്കും ആ സീല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വല്ല അവരുടെ CEO അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഇതിൽ കൂടുതൽ ആ സീല് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നുണ്ടാവുക. മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് മെമ്പേഴ്സാണ് ഈ കാര്യങ്ങളൊക്കെ. അവരുടെ ഒരു കൂടുതൽ ഷെയർസൊക്കെ ഉള്ള വ്യക്തികളാകുമ്പോൾ അവർ ബോർഡ് ഓഫ് മെമ്പേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ ബോർഡ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ട. അവർ കമ്പനി മീറ്റിംഗ് ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ അവരാണ് കൂടുതലും കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുക. പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ഷെയർ എന്ന് പറഞ്ഞാൽ 1 lakh. പ്രൈവറ്റ് ആണെങ്കിൽ 1 lakhും പബ്ലിക് ആണെങ്കിൽ മിനിമം പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 5 lakhുമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് കമ്പനി എന്ന് പറയാം. ഇനി കമ്പനിയിൽ എന്തൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, നമുക്ക് കുറേ ബുക്കുകൾ വെക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെ ബുക്സാണ് നമ്മൾ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ കമ്പനി ആക്ട് 2013, നമ്മുടെ കമ്പനി ആക്ട് 2013 പ്രകാരം ദ ഒബ്ലിഗേഷൻ പാർട്ട് ഓഫ് എവറി കമ്പനി ടു കീപ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് കമ്പനി. 2013 ആക്ട് പ്രകാരം എല്ലാ കമ്പനികളും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെക്കണം, ബുക്സുകൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് കമ്പനീസ് ആക്ട് 2013, ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻക്ലൂഡ് റെക്കോർഡ് മെയിൻറ്റെയിൻ ഇറ്റ്സ് റെസ്പെക്ട്സ് ഓഫ്. ഏതൊക്കെ ബുക്സാണ് നമ്മൾ വെക്കുക, കൂടുതലും കമ്പനിയിൽ ഏതൊക്കെയാണ് വെക്കണേ, എന്താണ് മെയിൻറ്റെയിൻ ചെയ്യണേന്ന് നമുക്ക് നോക്കാം. All sums of money received and expenditure by company and the matter in respect of which receipt and expenditure has taken place. ഏതൊക്കെ മണിയാണ് റിസീവ്ഡ് ചെയ്തത്, അതായത് റിസീവ് ചെയ്തതും അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ പൈസകളാണ് നമ്മൾ സ്വീകരിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻഡിച്ചറും, ആ കാര്യങ്ങളെല്ലാം അവിടെ റെക്കോർഡ് ചെയ്തിട്ട് അവിടെ എന്താ പറയുക, അങ്ങനത്തെ ബുക്ക് വരവ് ചെലവിൻ്റെ ബുക്കുകൾ അവിടെ എന്തായാലും വേണം. അതേപോലെ തന്നെ ഈ സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓഫ് ദി കമ്പനീസ്, നമ്മുടെ കമ്പനിയിൽ പർച്ചേസ് സ്റ്റോക്ക് ചെയ്ത ഗുഡ്സ്, അത് എത്ര വിൽക്കാനും വാങ്ങിയതും വിറ്റതും ഉള്ള കാര്യത്തിനെ പറ്റിയുള്ള ബുക്കുകൾ. ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഓഫ് എ കമ്പനീസ്, അല്ലെ, ക്യാഷ് ജനറേറ്റ് ചെയ്ത ഐറ്റംസ് അസറ്റ്സ്, അതുപോലെ ക്യാഷ് ചെയ്യാനുള്ള ലയബിലിറ്റീസ് കാര്യങ്ങളിലുള്ള എല്ലാ ബുക്കുകൾ കാര്യങ്ങളും അവിടെ വേണം. കമ്പനിയുടെ വേണം, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയുടെ ബുക്ക്, ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ വേണം. The item of cost has been prescribed under section 148 in case of company which belongs to any class of company specified under this section. അതായത് നമ്മുടെ സെക്ഷൻ 148 പ്രകാരം ഉള്ള ഇപ്പോൾ 148 ഇങ്ങനെ ഇത്ര ബുക്ക് വേണം ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടാവില്ല. ആ സെക്ഷൻ പ്രകാരം ഉള്ള ബുക്കുകളെല്ലാം അവിടെ കീപ്പ് ചെയ്യണം, കമ്പനി കീപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കമ്പനിയിൽ. നെക്സ്റ്റ് എന്നാണത് ലീഗൽ പ്രൊവിഷൻ റിലേറ്റഡ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എന്തൊക്കെ ലീഗൽ പ്രൊവിഷൻസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ലീഗൽ പ്രൊവിഷൻസ് ആണ് ഇതാക്കേണ്ടത് എന്ന്. ലൊക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് നമ്മുടെ ലൊക്കേഷൻ, ബുക്സിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ഷുഡ് ബി കെപ്റ്റ് അറ്റ് ഓഫീസ് ഓർ ദ ബോർഡ് ക്യാൻ ബി ഡിസൈഡ് എനി അതർ പ്ലേസ് വിച്ച് ഷുഡ് ബി ഡ്യൂലി നോട്ടിഫൈഡ് ടു രജിസ്റ്റർ ഓഫ് കമ്പനി വിത്തിൻ 7 days ഓഫ് ഡിസിഷൻസ്. ഒന്നെങ്കിൽ നമ്മുടെ എന്താ പറയുക ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ബുക്സ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ രജിസ്റ്റർ ഓഫീസിലോ അതല്ലെങ്കിൽ
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആ കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഇവർ ഇതിനെ കണ്ട് തീരുമാനം 7 ദിവസത്തിനുള്ളിൽ എവിടെയാണ് വെക്കണത് എന്നുള്ള കാര്യം തീരുമാനിക്കണം. പ്ലേസ് ഓഫ് ബ്രാഞ്ച് ഓഫ് ബുക്സ്. But a company has branch of office in India or outside India, the company may keep book relating branch office. അതായത് ഇപ്പോൾ ഇന്ത്യയിലത്തേതാണ് ആ ബ്രാഞ്ച് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്ന ആ കമ്പനിയുടെ അവിടെ തന്നെയാണ്. ഇപ്പോൾ ഫോറിനിലാണ്, പക്ഷേ ഇന്ത്യയിലത്താണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലും അതിൻ്റെ ബ്രാഞ്ച് ഓഫീസിലാവണം അവരുടെ ബുക്ക് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എവിടെയാണ് വെക്കേണ്ടത്. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് മസ്റ്റ് ബി. ഇപ്പോൾ ഒരു ബുക്സ് നമ്മളെങ്ങനെയാണ് ബുക്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചാൽ ഗിവ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ലേ, സത്യസന്ധമായ കാര്യങ്ങൾ. അതേപോലെ എക്സ്പ്ലെയിൻ ദ ട്രാൻസാക്ഷൻസ്, എല്ലാ ട്രാൻസാക്ഷൻസും. അപ്പോൾ ഗീവ് ബേസ്ഡ് ഓൺ ആക്യുറൽ ബേസിസ്. ബേസിസ് എന്ന് ആക്യുറേറ്റ് ഇൻകത്തിൻ്റെ വരവ് ചെലവിൻ്റെ കാര്യം. അതായത് നമ്മൾ ഇപ്പോൾ റെൻറ്റ് ഈ മാസം അല്ല ഈ വർഷം കൊടുക്കാനുള്ളത് കൊടുക്കാണ്ട് അടുത്ത വർഷമാണ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആ റെൻറ്റിൻ്റെ കാര്യം ഈ അക്കൗണ്ടിൽ തന്നെയാണ്, ഈ കൊല്ലത്ത് തന്നെയാണ് അവർ എൻട്രി ചെയ്യുക. അപ്പോൾ നമ്മളത് നമ്മൾ ഈ വർഷം അത് നമ്മൾ ആക്യുറൽ ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട്സിൽ എഴുതാറുണ്ട്. ഷുഡ് ബി എ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. എപ്പോഴും നമ്മൾ സിംഗിൾ എൻട്രി അല്ല സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യവസായികൾക്ക് വേണ്ടിയിട്ടാണ് അത് സെക്കൻഡറി നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം മാത്രമാണ് നമ്മൾ കമ്പനി അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുക. Maintains book on electronic form. The books of account are relevant papers may kept in electronic mode. Such manner has been prescribed. അതായത് നമ്മൾ ഇലക്ട്രോണിക് രീതിയിലായിരിക്കണം പ്രിസ്ക്രൈബ് ഇതുപോലെ. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് വേണം നമ്മൾ ഇലക്ട്രോണിക് മോഡലായിരിക്കണം നമ്മൾ ബുക്സ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. Preservation of books of account. Books of account of every company shall be preserved in order to gather when relevant vouchers. പ്രിസർവേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് വൗച്ചേഴ്സ്, റിലവൻ്റ് ആയിട്ടുള്ള വൗച്ചേഴ്സ് കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വെക്കണം. ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്തത് ഇൻ ഇന്ത്യ ഫോർ ദാറ്റ് രജിസ്റ്റർ ഓഫ് കമ്പനി ക്യാൻ ബി ഇൻ ഡ്യൂലി. അതായത് കമ്പനിയിൽ എന്താ പറയുക ഇൻസ്പെക്ഷൻ രജിസ്റ്റർ ഓഫീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ടർ വർക്ക് ഇൻസ്പെക്ഷൻ നടത്തണം. ഇത് കൃത്യമായിട്ടോ കാര്യങ്ങളൊക്കെ നടത്തണേ എന്നുള്ള ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ നോക്കണം. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണതിൻ്റെ മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഒരു ബുക്ക് കീപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇതിന് വരുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പോൾ SLC ബുക്കൊക്കെ നമ്മളെ ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കോളേജിനെ പോലെ ഓരോ ബുക്കിൻ്റെയും കാര്യത്തിന് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് മാനേജിങ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ വോൾ ടൈം ഡയറക്ടേഴ്സ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, എനി അതർ പേഴ്സൺ ഓഫ് കമ്പനി ചാർജ് ബൈ ദ ബോർഡ് വിച്ച് സച്ച് ആസ് എ ഡ്യൂട്ടി. അപ്പോൾ ഏതെങ്കിലും അങ്ങനത്തെ ഒരു പേഴ്സണെ നമ്മുടെ ബോർഡ് മെമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ബുക്ക് വേണ്ടി, ആ വ്യക്തിക്കും കൂടി ഇതിനൊക്കെ കൂടി റെസ്പോൺസിബിൾ ആണ് എന്ന്. എന്താണ് അടുത്തത്? സ്റ്റാറ്റ്യൂട്ടറി ബുക്സ്. ചിലപ്പോൾ നമുക്ക് ചോദിക്കാറുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്താണെന്ന്. ദാറ്റ് മീൻസ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറയുന്നത് അണ്ടർ കമ്പനി ആക്ട് പ്രകാരം 2000 ഓൾ കമ്പനി റിക്വയർ മെയിൻറ്റെയിൻ എ സർട്ടൻ ബുക്സ് ആൻഡ് രജിസ്റ്റർ. 2013 ആക്ട് പ്രകാരം ബുക്കുകൾ, അതായത് കമ്പനി ബുക്കുകൾ അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ രജിസ്റ്റർ ചെയ്യാനും ഉള്ള റൂളുണ്ട്. സച്ച് ബുക്ക് ആർ കോൾഡ്. അങ്ങനത്തെ ബുക്കുകൾ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറയുന്നത്. 2000 കമ്പനി ആക്ട് 2013 പ്രകാരം കുറേ ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, സർട്ടൻ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് രജിസ്റ്റർ ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളതിന് അങ്ങനത്തെ ഇതിനെ പറയുന്ന ബുക്സിനെ പറയുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സിൽ അതുപോലെ റെക്കോർഡ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. മിനിറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മീറ്റിംഗ് ഒക്കെ വെക്കുമല്ലോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് വെക്കും, അതിലെടുത്ത തീരുമാനങ്ങൾ അങ്ങനത്തെ കാര്യത്തിനാണ് മിനിറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ. എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അവരുടെ സിഗ്നേച്ചർ, അങ്ങനത്തെ കാര്യം, എപ്പോഴാണ് ടൈം, എന്തായിരുന്നു അടുത്ത തീരുമാനം, എന്തിനെ പറ്റിയിട്ടായിരുന്നു അവിടെ ചർച്ച എന്നുള്ള കാര്യത്തിനാണ് മിനിറ്റ്സ് ബുക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയണ കാര്യമാണ്.
രജിസ്റ്റർ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ എത്ര പൈസ കൊടുത്തു, ചിലവ്, കാര്യങ്ങൾ, അതൊക്കെയാണ് ചാർജസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്, എത്ര പേര് പുതിയ ആൾക്കാർ ഡയറക്ടേഴ്സ് സെലക്ട് ചെയ്തു, അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഇത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. രജിസ്റ്റർ ഓഫ് കോൺട്രാക്ട്സ്, ഈ കമ്പനി എത്ര കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, എത്ര രജിസ്റ്റേർഡ് ആയ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, എത്ര കാലമായി അത് റിന്യൂ ചെയ്യാനായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കോപ്പീസ് ഓഫ് ആനുവൽ റിട്ടേൺസ്, ദാറ്റ് മീൻസ് ടാക്സ് റിട്ടേൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ബുക്കിൽ ഉണ്ടാവുള്ളൂ. പിന്നെയുണ്ട് രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽഡ് ആൻഡ് ദെയർ നെയിംസ്, copies of instrument of charge created by company, register of contract, register of loans and guarantee etc. company, books of accounts, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും സ്റ്റാറ്റ്യൂട്ടറി ബുക്സിൽ ഉണ്ടാവാറുണ്ട്. ഷെയർ ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ക്യാപിറ്റൽ ഓഫ് കമ്പനി ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് അവർ കമ്പനി ബിസിനസ്സിന് ആവശ്യമായിട്ട് പണിയെടുക്കുന്നതിന് ക്യാപിറ്റൽ. ഇത് നമ്മൾ കമ്പനീനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കുറേ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ ക്യാപിറ്റൽ റേസ് ആവുന്നത്. സോ അങ്ങനത്തെ ഒരു ഇതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡ് ഇൻ ടു സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റ്. ഈച്ച് യൂണിറ്റ് ഈസ് കോൾഡ് ഷെയർ. ഇപ്പോൾ ഒരു കമ്പനി അവിടെ ഓരോ ക്യാപിറ്റലും ഒരു കമ്പനി സ്മോളായിട്ട് അല്ലെങ്കിൽ യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്ത യൂണിറ്റിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഷെയർസ് എന്ന് പറയുന്നത്. അല്ലിപ്പോൾ ഒരു 1,00,000 രൂപ അങ്ങനെ ഷെയർ ചെയ്യില്ല ഓരോ ഇത്. എ പേഴ്സൺ ഹു ബൈസ് എ ഷെയർ ഇസ് കോൾഡ് ഷെയർ ഹോൾഡർ. ഷെയർ മേടിക്കുന്ന കമ്പനിയുടെ ഷെയർസ് മേടിക്കുന്നതിനെ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സും അല്ലെങ്കിൽ ആ മെമ്പേഴ്സ് ഓഫ് കമ്പനി എന്നാണ്. ദിസ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ടുവേർഡ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ആർ കളക്റ്റീവ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഈ ഷെയർ ഹോൾഡേഴ്സ് എന്താ ചെയ്യണത്, അവരുടെ എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഇസ് ഷെയർ ക്യാപിറ്റൽ റേസ് ത്രൂ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്, +2 കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്ന് അറിയാം. നെക്സ്റ്റ് വൺ ആണ് നമ്മൾ ഫേസസ് ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് വേണം ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദ ക്യാപിറ്റൽ വിച്ച് എ കമ്പനി രജിസ്റ്റേർഡ് ഈസ് കോൾഡ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. Its amount of mentioned in memorandum. It is maximum amount of capital that company can issue. It is called nominal or registered capital. ഇപ്പോൾ നമ്മൾ മെമ്മോറാണ്ടം കമ്പനിക്ക് ഒരു ബുക്ക് ഉണ്ടാവില്ലോ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കമ്പനിക്ക് ഇത്ര രൂപ മാത്രമാണ് അതിൻ്റെ ഷെയർ മേടിക്കാൻ പാടുള്ളൂ എന്നല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ടുണ്ടാവും. ഒരു 10 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കമ്പനിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇത്ര വാല്യൂ മാക്സിമം എമൗണ്ടാണ് ക്യാപിറ്റൽ കമ്പനി ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ തന്നെ പറയണതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇഷ്യൂഡ് ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ എന്താ പറയുക, ദിസ് റിമൈനിങ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത്ര രൂപയാണ് നമ്മുടെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞാൽ അതനുസരിച്ചിട്ടായിരിക്കും ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 1 കോടി അല്ലെങ്കിൽ 10 ലക്ഷം രൂപയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ കമ്പനിക്ക് വേണ്ടത് 5 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. അപ്പോൾ അതിന്ന് കുറച്ച് ഡിനോമിനേഷനായിട്ട് ഓരോരുത്തരുടെ നിന്ന് മേടിക്കില്ല, ഇപ്പോൾ 10 രൂപയായിട്ടോ അല്ലെങ്കിൽ 20 രൂപയായിട്ടോ അങ്ങനത്തേനെ പറയുന്നതാണ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയണത്. ചിലപ്പോൾ എല്ലാ എമൗണ്ടും കിട്ടിയെന്നില്ല, ചിലപ്പോൾ അത് 50,000 75,000 അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അത് ഇഷ്യൂ ചെയ്യുന്ന അതിനെ പറയുന്നതാണ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ ഷെയർസിന് ഒരു വിളിച്ചാൽ കിട്ടാത്തത് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിക്ക് ആവശ്യമായ ചിലപ്പോൾ കമ്പനിക്ക് വേണ്ടത് 1 ലക്ഷം രൂപയാണെന്ന് ഞാൻ പറഞ്ഞില്ല, ആ 1 ലക്ഷം വിളിച്ചിട്ട് ചിലപ്പോൾ 50,000 70,000 അങ്ങനത്തെ ഷെയർസിനെ പറയുന്നതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. It's a portion of issued capital which is subscribed by the public. If shares fully subscribed by the public, subscribed capital will be same issued capital. The basis of issued capital is unsubscribed capital. അപ്പോൾ എന്താ പറയുക, നമുക്ക് അത് ചിലപ്പോൾ കുറേ പേര് അത് ഇതാവണം എന്നില്ല, ചിലപ്പോൾ നമുക്ക് പകുതിയാവും കിട്ടും. അപ്പോൾ അങ്ങനത്തെ തന്നെ ഷെയർസിനെ പറയുന്നതാണ് സബ്സ്ക്രൈബ്. കോൾഡ് അപ്പ് ക്യാപിറ്റലാണ് നെക്സ്റ്റ് ആണ്. ഇപ്പോൾ
കമ്പനിക്ക് വേണ്ടത് 1,00,000 രൂപയാണെങ്കിൽ അതിന് 100 രൂപയ്ക്ക് ഷെയർ വിളിക്കണമെങ്കിൽ അത് ഘട്ടം ഘട്ടമായിട്ട് ഷെയർസ് വിളിക്കുന്നതിനെ പറയുന്നതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒറ്റയടിക്ക് അവർ വിളിക്കില്ല. ചിലപ്പോൾ അലോട്ട്മെൻറ്റ് ഗേറ്റിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ആ സമയത്തൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വിളിച്ചിട്ട് ആ എമൗണ്ട് ഇതാക്കണതിനെ പറയണതാണ് കോൾഡ് അപ്പ്. ചിലപ്പോൾ ഒരു എമൗണ്ട് വിളിച്ചില്ലെങ്കിൽ അത് അൺകോൾഡ് ക്യാപിറ്റലായിട്ട് മാറും. ഇത് എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബ് ക്യാപിറ്റൽ വിച്ച് ഇസ് ഡയറക്റ്റഡ് ആസ് കോൾഡ് ബൈ ദി ഷെയർ ഹോൾഡർ. ഇത് എമൗണ്ട് വിൽ കമ്പനി ആസ്ക്ഡ് ടു ഷെയർ ഹോൾഡർ ടു പേ. A company not require the full amount immediately on shares subscribed by the shareholders. Therefore, it may be called up only sub portion is needed. The portion issued capital which is not yet being called up in the company is uncalled capital. അപ്പോൾ കോൾ ചെയ്യാതെ ഘട്ടമായിട്ട് ഓരോ തവണകളായിട്ട് ഇത് പോകുമ്പോൾ അതിന് കോൾഡ് അപ്പ് ഒന്നും അത് അടച്ചിട്ടില്ല, അതായത് വിളിച്ചിട്ടില്ല, അത് എമൗണ്ട് വിളിച്ചിട്ടില്ല, അത് അൺകോൾഡ് ക്യാപിറ്റലായിട്ട് മാറും. Paid up capital എന്ന് പറഞ്ഞാൽ it is a portion of called up capital which is actually paid up by the shareholder. Any unpaid balance called up capital is called unpaid capital or calls in arrears. അതായത് ഇപ്പോൾ ഒരു 100 രൂപയാണ് ഷെയർ എന്ന് വയ്ക്കുക. ആ 100 രൂപ ഒറ്റയടിക്ക് മേടിക്കില്ല, ഓരോ ഘട്ടം ഘട്ടമായിട്ട് മേടിക്കുക. 50, 30, 20 എന്നാണ്. ഈ 50 ഷെയർസ് ആണെങ്കിൽ അത് ആദ്യമേ അവർ അടയ്ക്കും. 50 ഷെയർസ് അവർ അടച്ചിരിക്കും ഒരുവിധ ആപ്ലിക്കേഷൻ ലെവലിൽ. അലോട്ട്മെൻറ്റ് സമയത്ത് ചില ആൾക്കാർ 30 റുപ്പീസ് ചിലപ്പോൾ അടച്ചു എന്ന് വരില്ല. അങ്ങനത്തെ ഇതിനെ പറയണതാണ് അൺപെയ്ഡ് ക്യാപിറ്റൽ എന്നാണ്. പെയ്ഡ് ചെയ്തത് അതാണ് കോൾസ് ഇൻ അരിയേഴ്സ് വരിക. അതാണ് അൺപെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റിസർവ് ക്യാപിറ്റൽ. എ ലിമിറ്റഡ് കമ്പനി പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ മേ സെറ്റ് എ പാർട്ട് ഓഫ് പോർഷൻ ഓഫ് അൺകോൾഡ് capital as reserve capital. Reserve capital, the portion of uncalled capital which is kept in reserve and which will be called up only and winding up of a company. In short, reserve capital refers capital reserve winding up of only. The reserve capital is created to create confidence in creditors of the company. അതായത് നമ്മളിപ്പോൾ 1 കോടി രൂപയാണ് വേണ്ടത്. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 80 ലക്ഷം രൂപ മതി. ബാക്കി 20 ലക്ഷം രൂപ പിന്നെ മതി. പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ കടം വരുമ്പോൾ എടുക്കാമെന്ന് വെക്കില്ലേ, അതിന് പറയണതാണ് റിസർവ് ക്യാപിറ്റൽ. കുറച്ച് നമ്മൾ മുൻകൂട്ടി എടുത്തു വയ്ക്കുക, ആവശ്യം വരുമ്പോൾ നമ്മളത് യൂസ് ചെയ്യുക. ആ ക്യാപിറ്റലാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് റിസർവ് ക്യാപിറ്റലിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിന് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിസർവ് ക്യാപിറ്റൽ അത് അൺകോൾഡ് ക്യാപിറ്റലാണ്. എന്തെന്ന് പറഞ്ഞാൽ റിസർവ് ദ ക്യാപിറ്റൽ. എന്നാൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെയാണ്. അതെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഞാൻ ഒരു വണ്ടി മേടിച്ചു, സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചു. 20,000 രൂപയ്ക്ക് ഞാൻ മേടിച്ചു. എനിക്കൊരു ആവശ്യം വന്നു. അപ്പോൾ ഞാനത് വിറ്റപ്പോൾ എനിക്ക് 30,000-ന് വിറ്റു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് 10,000 രൂപ എന്താണ് ലാഭം കിട്ടി. സോ ആ ലാഭത്തിന് പറയുന്നതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏതിലില്ല? റിസർവ് ക്യാപിറ്റലിൽ ഇല്ല, ക്യാപിറ്റൽ റിസർവിലാണ് ഉള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ബാലൻസ് ഓഫ് ദി കമ്പനി. ഇറ്റ് ഷോൺ ആറ്റ് നോട്ട് ടു ദി ബാലൻസ് ഷീറ്റ്. ഇതൊരിക്കലും ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യില്ല, പറയില്ല. അതൊരു നോട്ട് പോലെയാണ് എന്ത് റിസർവ് ക്യാപിറ്റൽ എഴുതുക. എന്നാൽ ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ എന്ത് ചെയ്യണത്? ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ലയബിലിറ്റി സൈഡിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന സൈഡിൽ എഴുതാറുണ്ട്. പിന്നെ റിസർവ് ക്യാപിറ്റൽ എപ്പോഴും വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പ് എന്ന് വെച്ചാൽ കമ്പനി നിർത്തലാക്കി പോയില്ലേ, ആ സമയത്താണ് കൂടുതൽ റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യുക. പക്ഷേ ക്യാപിറ്റൽ റിസർവ് എപ്പോഴും ലൈഫ് ടൈം ഓഫ് എ കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഫുള്ളും ഇത് ഇതാവും. അതായത് കമ്പനിയുടെ ഉടനീള കാര്യത്തിൽ ഇത് ഇതാകണമെന്ന്. പിന്നെ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. അതൊരിക്കലും റൈറ്റ് ഓഫ് ചെയ്യില്ല. ക്യാപിറ്റൽ ലോസസിനെ ഒരിക്കലും റൈറ്റ് ഓഫ് ചെയ്യില്ല, പക്ഷേ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യും. പിന്നെ ഇതിലെപ്പോഴും ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഒന്നും അഡീഷണൽ ബോണസ് കാര്യങ്ങളൊന്നും റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യില്ല. നേരെ മറിച്ച് ക്യാപിറ്റൽ റിസർവിൽ അഡീഷണൽ ഇപ്പോൾ ഒരു ഒരു ക്യാപിറ്റൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു അഡീഷണലായിട്ട് അവരുടെ 1,00,000 രൂപയുള്ള ഷെയർസിന് അവർക്ക് ചിലപ്പോൾ ഒരു 1.20 കൊടുക്കുക, അല്ലെങ്കിൽ ഡിവിഡൻഡ് കുറച്ച് കൂടുതൽ കൊടുക്കുക. അപ്പോൾ ഒരു അഡീഷണൽ ബോണസ് കിട്ടില്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തില്ല ക്യാപിറ്റൽ റിസർവിൽ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്നാണ്. പക്ഷേ താങ്ക് യു.